ഞാൻ കേട്ടെ, സ്വർണ്ണക്കടത്ത് 33 തവണ സ്വർണം കടത്തിയ കേസിലെ പ്രതി ഇല്ലേ താങ്കൾക്ക് പറയാൻ പറ്റുമോ? ജയിലിൽ കിടന്ന ഒരു സ്ത്രീ എത്രയോ കാലം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന സ്വപ്ന എന്ന് പറയുന്ന വ്യക്തി, അവരെ നിങ്ങൾ ഓൺ കോൾ എന്ന് വിളിക്കൂ. അല്ല, അവര് വിശുദ്ധയാകാൻ ശ്രമിക്കുന്നില്ലല്ലോ. അവര് വിശുദ്ധയാകാൻ ശ്രമിക്കുന്നില്ല. ആയർ ബിജു, അവര് പറയുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കും. അവർ ആവർത്തിക്കുന്നു. അവര് പറയുന്നത് എന്താ? ആയർ ബിജു, ഒരു ഒറ്റക്കാര്യം അവര് പറയുന്നത് എന്താ? ഈ കുറ്റകൃത്യങ്ങൾ ഒക്കെ ആവിഷ്കരിച്ചവർ, കൺസീവ് ചെയ്തവർ, അവർ കൂടി വരട്ടെ എന്റെ കൂടെ എന്നാണ് അവർ പറയുന്നത്. അല്ലല്ല, അങ്ങനെ പറഞ്ഞാൽ എന്ത് തെളിവ്? തെളിവുണ്ടല്ലോ, തെളിവ് 164 സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, തെളിവൊക്കെ കൊടുത്തിട്ടുണ്ട്. 164 കൊടുത്തു. എത്ര നാളായി അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എത്രയോ കേസുകൾ ഉണ്ടായി. ഇവരെ കൊടുത്ത കാര്യങ്ങളെല്ലാം തള്ളിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കസ്റ്റംസ്, ED, CBI തുടങ്ങിയ അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, ഈ തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. താങ്കൾ പറയുന്നത് എത്ര കാലമായി? ഈ കസ്റ്റംസോ അല്ലെങ്കിൽ NIA-യോ ED-യോ പിണറായിയെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളെ കുറ്റവിമുക്തയാക്കിയിട്ടുണ്ടോ? അങ്ങനെ അല്ല, പിണറായിക്കും കുടുംബത്തിനും ഈ ഇടപാടുകളിലൊന്നും പങ്കില്ല എന്ന് എവിടെയെങ്കിലും കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിട്ടുണ്ടോ? അനിൽജി, ED-യും കസ്റ്റംസും NIA ഒക്കെ കൊടുത്തിരിക്കുന്ന അല്ല, അങ്ങനെ താങ്കൾ ഏകപക്ഷീയമായി എന്നെ സംസാരിക്കാൻ സമ്മതിക്കാതെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല. ഞാൻ പറയാം, ഈ പറയുന്ന കസ്റ്റംസും ED-യും NIA ഒക്കെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. താങ്കൾക്ക് സംശയമുണ്ടോ? എവിടെ പറഞ്ഞ ഓരോ കുറ്റപത്രത്തിലും ഞങ്ങളുടെ ഒരു നേതാക്കന്മാരുടെ പേര് കുറ്റപത്രം സമർപ്പിച്ചു, ഇനിയും സമർപ്പിക്കാനുണ്ട് സാർ. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൺ, ഗോയിങ് ഓൺ. അവിടേക്കാണ് വരൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സമർപ്പിച്ച ഏതെങ്കിലും കുറ്റപത്രത്തിൽ ഞങ്ങളുടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം നിങ്ങൾ ഈ പറയുന്ന കാരണഭൂതൻ ഉണ്ട്? കാരണഭൂതന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ലൈഫ് മിഷനിലടക്കം കാരണഭൂതന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇല്ല സാർ, ഇല്ലില്ല. ഉണ്ട് സാർ, ലൈഫ് മിഷനകത്ത് അല്ലെ? നിങ്ങൾ ഓരോ വിഷയം പറയൂ, ഞാനന്ന് മറുപടി തരാം. ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ഇല്ലെങ്കിൽ LF-ന് വേണ്ടി നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ആരാണ് പ്രതി? ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രതിയാണോ? ഞങ്ങളുടെ ചെയർമാൻ, ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ? ഒരു ടേബിളിൽ ഇരുന്ന ഇതൊക്കെ തീരുമാനിച്ചത് മിസ്റ്റർ ആയർ ബിജു, നിങ്ങൾ ഈ പൊട്ടക്കളി കളിക്കാതെ ഒരു ടേബിളിൽ ഇരുന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം നടന്നല്ലോ. ഇതൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും. അല്ല, ആ ലൈഫ് മിഷൻ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ചാർജ് ഷീറ്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് ചൂണ്ടിക്കാണിക്കുന്ന, ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായിട്ടുള്ള ഭാഗമുണ്ട് അതിൽ. ഞാൻ താങ്കളോട് 2 ചോദ്യം ചോദിക്കട്ടെ? എത്ര വേണം? താങ്കളുടെ ഇന്റർവ്യൂ, താങ്കൾ ഈ പറയുന്ന വ്യക്തിയുമായി, ഈ പറയുന്ന ആളുമായി താങ്കളുടെ ഒരു അഭിമുഖം, അതിനകത്ത് ഞങ്ങൾ കൃത്യമായി കണ്ടു, കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ട് കണ്ടു. അവിടെ എന്താണ് താങ്കളുടെ ചോദ്യങ്ങൾ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഈ സ്കാമുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാനുണ്ടോ? ഉണ്ട്. ആര്? ഞാൻ പിന്നീട് പറയാം. എന്തുകൊണ്ട് ഇന്ന് പറയാൻ സാധ്യമാകുന്നില്ല? അവരുടെ കേസ് കോടതിയിലാണ്. അപ്പോൾ കോടതി കേസ് നിലനിൽക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അത് തുറന്നു പറയാൻ അവർക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന ചിലരുണ്ട്, അവരുടെ പേര് പറയും. എന്തുകൊണ്ട്? അതിപ്പോ ഇതിന്റെ കേസിന്റെ വിചാരണയിലേക്ക് പോകുമ്പോ തുറന്നു പറയേണ്ടി വരും. ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളുമായിട്ട് ഇന്നൊരു ചർച്ചയുണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ആരെങ്കിലും ഉണ്ടോ? ഞാൻ ധൈര്യവാനാണെങ്കിൽ ഞാൻ എന്ന് പറയും. ഇത് ധൈര്യത്തിന്റെ പ്രശ്നമല്ല. നിങ്ങൾ കേസിൽ പ്രതിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് ധൈര്യത്തിന്റെ പ്രശ്നമല്ല സാർ. ഇത് ലീഗൽ ഇഷ്യൂ ആണ്, അത്രേ ഉള്ളൂ. അവര് വളരെ കെയർഫുൾ ആണ് അക്കാര്യത്തിൽ. ഇപ്പൊ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അത് വിചാരണ സ്റ്റേജിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ അവർക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് അവർ സംസാരിച്ചത്.